ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ദ ടെറർ എക്സ്പെഡിഷൻ. അപ്പൊ ഇന്ന് ഒത്തിരി ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത ഒരു ടോപ്പിക്കാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ആണോ, ആ ഒരു വൈബ്രേഷൻ നിങ്ങൾ പ്രസന്റ്ലി ഡീൽ ചെയ്യുന്ന ആ ഒരു പേഴ്സൺ ഉണ്ടോ, ആ ഒരു പേഴ്സന്റെ ക്യാരക്ടർ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള പേഴ്സന്റെ ഫീച്ചർ എന്താണ് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 2 പൈലാണ് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് പൈലായിട്ട് ഞാൻ ബ്ലാക്ക് ഒബ്സൈഡിയൻ ആണ് എടുത്തിട്ടുള്ളത്. പ്രൊട്ടക്ഷനും റൂട്ട് ചക്ര സ്റ്റേബിൾ എനർജിക്കും അതുപോലെ തന്നെ കോൺഫിഡൻസിനും ഒക്കെ നമുക്ക് ഭയങ്കര ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലാണ് ബ്ലാക്ക് ഒബ്സൈഡിയൻ എന്ന് പറയുന്നത്. ഫർദർ മോർ ഡീറ്റെയിൽസിന് നിങ്ങൾക്ക് താഴെ കാണിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ബ്ലാക്ക് ഒബ്സൈഡിയന്റെ ബാക്കി കാര്യങ്ങൾ അറിയാൻ. അപ്പൊ ഫസ്റ്റ് പൈല് ബ്ലാക്ക് ഒബ്സൈഡിയൻ ആണ്. സെക്കൻഡ് പൈലായിട്ട് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ദ ഡിവൈൻ ആയിട്ടുള്ള മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാപ്പിസ് ലസൂലിന്റെ ക്രിസ്റ്റലാണ്. ലാപ്പിസ് ലസൂലിന്റെ ഇതും നമ്മുടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, കോൺസ്റ്റന്റ്ലി ലാപ്പിസിന്റെ എനർജീസ് അതിനകത്ത് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലാപ്പിസ് വളരെ നല്ലൊരു ക്രിസ്റ്റലാണ്. എൻ്റെ അഭിപ്രായത്തിൽ കൊച്ചുകുട്ടികൾക്കും ഉപയോഗിക്കാം, അതുപോലെ മുതിർന്നവർക്കും ഉപയോഗിക്കാം. പഠനത്തിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ നല്ല ഒരു എനർജി നൽകുന്ന ഒരു ക്രിസ്റ്റലാണ് ലാപ്പിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പൈൽ, ദിസ് ഇസ് സെക്കൻഡ് പൈൽ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈൽ ഏതാണാവോ അത് നിങ്ങളുടെ എനർജി കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഗൈസ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ മോശമാണെങ്കിൽ ഒരു പരിധിവരെ ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന പൈല് തെറ്റിപ്പോയേക്കാം. ഓക്കെ, അതുകൊണ്ട് ഫസ്റ്റ് പൈല് നിങ്ങൾക്ക് റെസൊണേറ്റ് ആയില്ലെങ്കിൽ സെക്കൻഡ് പൈല് കണ്ടു നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ബിക്കോസ് നമ്മുടെ എല്ലാവരുടെയും ഇൻറ്റ്യൂഷൻ ചിലപ്പോൾ ശരിയായിരിക്കണം എന്ന് ഇല്ല. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ തേർഡ് ഐ ചക്ര വളരെ ക്ലെൻസ്ഡ് ആണ്, നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കറക്റ്റ് ആയിരിക്കാം. അല്ല, നമ്മൾ മെറ്റീരിയലിസ്റ്റിക് വേൾഡിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ഇൻറ്റ്യൂഷൻസ് ചിലപ്പോൾ നമുക്ക് പണിതരാം. സോ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് പൈൽ റെസൊണേറ്റ് ആയില്ലെങ്കിൽ സെക്കൻഡ് പൈൽ കണ്ടു നോക്കുക. ആൻഡ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2 പൈലും കണ്ടു നോക്കാം. ബിക്കോസ് അതിനകത്ത് നിങ്ങൾക്ക് പോയിന്റ്സ് ഉണ്ടാകും ഇഫ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് പൈലാണ് സെക്കൻഡ് പൈലാണെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഹേ ഗൈസ്, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പൈലായിട്ട് നമ്മുടെ ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത്, ഇതാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ കറന്റ്ലി ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അഥവാ നിങ്ങൾ വിചാരിക്കുന്ന ഒരു പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങളുടെ കറന്റ്ലി നിങ്ങളുടെ ലവ് ലൈഫിലുള്ള ആള്, നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ആളാണോ, അവരുടെ ഫ്യൂച്ചർ എന്താണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരോടൊരു ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള പല 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 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ആൻസേഴ്സ് ആണ് ഞാൻ ഇതിനകത്ത് തരാൻ നോക്കുന്നത്. അപ്പൊ നമുക്ക് കാർഡ്സ് ഷഫിൾ ചെയ്യാം. പൈൽ നമ്പർ 1 എന്തൊക്കെയാ കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, പ്ലീസ് ഗൈഡ് us. പൈൽ നമ്പർ 1 എനർജി. Please guide us. Pile number 1 energy. Okay. 5 of Pentacles. Angels, please guide us. And Hermit energy. Okay. And also, I think bottom of the deck, Queen of Pentacles ആണ് കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ ഐ തിങ്ക് നിങ്ങളുടെ കണക്ഷൻ അവസാനിച്ചു, എൻഡ് ചെയ്തു, അല്ലെങ്കിൽ ആ കണക്ഷനിൽ നിന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്ര സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മേ ബി ഒരു 5 വീക്സ് അല്ലെങ്കിൽ ഒരു 5 മന്ത്സിന് മുമ്പ് നിങ്ങളുടെ കണക്ഷൻ എൻഡ് ചെയ്തത് പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കാണുന്നത്. റാദർ ദോ ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ നിങ്ങൾക്കതൊരു സ്പിരിച്വാലിറ്റി പ്രൊവൈഡ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളെ സ്പിരിച്വൽ ആയിട്ടുള്ള അറിവുകളിലേക്ക് എത്തിച്ചു, മേ ബി ചാരിറ്റിയിലേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ടായിരിക്കാം അവര്. നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ്സിനെ കുറിച്ചും ഈ കൈൻഡ് ഓഫ് എനർജീസിനെ കുറിച്ചും റേക്കീസിനെ കുറിച്ചും അങ്ങനത്തെ എനർജീസിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായത് മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിങ്ങൾക്ക് സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടായപ്പോഴായിരിക്കാം. ബട്ട് ഈ കണക്ഷൻ എത്രത്തോളം സ്റ്റേബിൾ ആണോ എന്ന് ചോദിച്ചാൽ സ്റ്റേബിൾ ആയിട്ട് എനിക്ക് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്രഷ് ആയിക്കോട്ടെ, പ്രണയമായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, എനിക്ക് തോന്നുന്നു ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ മാത്രമേ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ജേർണി ഉണ്ടാവും. ഇവനെ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ആൾക്കാർക്ക് ആ ഒരു ജേർണി അവസാനിച്ചു കഴിഞ്ഞു. ആൻഡ് നിങ്ങൾ പൈൽ 1 ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ പറയുന്ന ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് യോജിക്കുന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളുടെ ആ ഒരു ലോങ് ജേർണിയാണ്, എത്ര ലോങ് ജേർണി ആണെങ്കിൽ പോലും ചിലപ്പോൾ അത് എൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഇത് ഫാക്റ്റ് ആണ്, നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ചിലപ്പോൾ കുറെ ആൾക്കാർ, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, എപ്പോഴും അത് നടക്കും, സംഭവിക്കും എന്ന കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കാനാണ് അവർക്ക് താല്പര്യം. പക്ഷെ ഫാക്ട് എന്താണ്, ട്രൂത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അത് ഉൾക്കൊള്ളാറുള്ളൂ. അപ്പോൾ എനിക്ക് അതിനകത്ത് കിട്ടിയിരിക്കുന്ന ഫാക്ട് ഏറെക്കുറെ മേ ബി ഈ ഒരു പേഴ്സൺ ഒരു പെർട്ടിക്കുലർ സൈക്കിളിലെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും.
അതായത് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആകും. മേ ബി ആ സ്പിരിച്വൽ അവേക്കനിങ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഹൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു പേഴ്സന്റെ പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുക. നമുക്ക് ഇനിഷ്യലി കിട്ടിയത് തന്നെ 5 ഓഫ് പെന്റിക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു റിഗ്രറ്റിന്റെ എനർജി, ഒരു ഡിറ്റാച്ച്മെന്റിന്റെ എനർജി, ഒരു ആൻസൈറ്റിയുടെ എനർജി, അല്ലെങ്കിൽ സംതിങ് ഇസ് ഓൾറെഡി എന്തോ അവസാനിച്ചു കഴിഞ്ഞു, ആ കൈൻഡ് ഓഫ് എനർജിയാണ് പലപ്പോഴും നമുക്ക് 5 പെന്റിക്കിൾസ് തരുന്നത്. പക്ഷേ അങ്ങനെ അവസാനിക്കുന്ന ഒരു എനർജി ക്യൂൻ ഓഫ് പെന്റിക്കിൾസ്, ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ കിട്ടാൻ പോകുന്നു, അതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു പെയിൻ ആണ് ഇത് എന്നാണ് കാണിക്കുന്നത്. ബിക്കോസ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് നെഗറ്റീവ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഈ ഒരു പേഴ്സന്റെ അടുത്ത് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ. ഈ പേഴ്സൺ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഈ ഒരു പേഴ്സണെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് സോൾ പർപ്പസ് എന്താണെന്നോ, സോളിന്റെ ജേർണി എന്താണെന്നോ, നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്നോ, അല്ലെങ്കിൽ പ്രകൃതി യൂണിവേഴ്സൽ എനർജി എന്താണെന്നോ ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നേരിടാൻ സാധിക്കും, എങ്ങനെയൊക്കെ നേരിടാൻ പറ്റില്ല, അല്ലെങ്കിൽ എങ്ങനെ ഡെസിഷൻ എടുത്താൽ കുറച്ചും കൂടി ഒരു ഗ്രോത്ത് ഉണ്ടാവും, നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത്, ഇതൊക്കെ പയ്യെ പയ്യെ നിങ്ങൾ പഠിക്കുകയാണ്, അല്ലെങ്കിൽ പഠിപ്പിച്ചു ആ ഒരു പേഴ്സൺ. നിങ്ങൾ കരഞ്ഞിട്ടില്ല, വിഷമിച്ചിട്ടില്ല, ആൻസൈറ്റി അനുഭവിച്ചില്ല എന്നല്ല. പക്ഷെ ഈ സോറോസിലൂടെയും ഈ പെയിനിലൂടെയും നിങ്ങൾ എന്തൊക്കെയോ ഗെയിൻ നേടിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ മറ്റാൾക്കാരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കമന്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ഭയങ്കര വീക്കാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ അടുത്ത് നിന്ന് തന്നെ കമന്റ് കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾ ഇൻസ്റ്റേബിൾ ആണ് എന്നൊക്കെ. പക്ഷേ ഇവൻച്വലി ഈ സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ മോൾഡ് ചെയ്യാണ്. നിങ്ങൾ കുറച്ചും കൂടി ഒരു ധൈര്യമുള്ള, നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു നോക്കുക, പണ്ടുള്ള നിങ്ങളല്ല ഇന്ന്. ഓക്കെ, നിങ്ങൾ വളരെയധികം സ്റ്റേബിൾ ആയി കഴിഞ്ഞിരിക്കുന്നു. ഈ ലോകത്തുള്ള എല്ലാവരും മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ മെറ്റീരിയലിസ്റ്റിക് വേൾഡ് എന്ന് പറയുന്നത് വെറും ടെമ്പററി ആണ്. ഓക്കെ, അപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള വേൾഡിനെ കുറിച്ച് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. സോ ത്രൂ ദിസ് പേഴ്സൺ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സോൺ ഉണ്ടെന്നും ആ ഒരു സോണിലേക്ക് കയറിയാൽ ദ അൾട്ടിമേറ്റ് പീസ് നിങ്ങൾക്ക് ലഭിക്കുമെന്നും നിങ്ങളെ തിരിച്ചറിയിപ്പിക്കുന്നു. കണ്ട, ആ ഒരു ഹെർമിറ്റ് മോഡിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ഈ പേഴ്സൺ ഒത്തിരി ട്രൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പേഴ്സൺ കാരണമായിട്ടുണ്ട്. അതുപോലെ കുറെ ആൾക്കാർ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ നിന്നിട്ട് എനിക്ക് സ്റ്റെബിലിറ്റി വേണമെന്ന് പറയും. ഗൈസ്, നിങ്ങളൊരു ഫാക്ട് മനസ്സിലാക്കുക, മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ ഒരിക്കലും സ്റ്റെബിലിറ്റി ഇല്ല. സ്പിരിച്വൽ വേൾഡിൽ മാത്രമേ സ്റ്റെബിലിറ്റി ഉള്ളൂ. കാരണം മെറ്റീരിയലിസ്റ്റിക് വേൾഡ് നിങ്ങൾ എത്ര തന്നെ സമ്പാദിച്ചാലും എത്ര തന്നെ വലുതായാലും പിന്നെയും നിങ്ങൾക്ക് സ്റ്റേബിൾ ആകാൻ വേണ്ടി കൂടുതൽ ഏൺ ചെയ്തേ പറ്റൂ. ഓക്കെ, കാരണം ഇനിയിപ്പോ അംബാനിയെ എടുത്താൽ തന്നെ അയാൾ സ്റ്റേബിൾ അല്ല, അയാൾ ദിവസവും ഇൻകംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ്. സോ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ നമുക്ക് ആർക്കും സ്റ്റേബിൾ ആകാൻ സാധിക്കില്ല. ഇഫ് യു വോണ്ട് ടു നിങ്ങളുടെ ലൈഫ് സ്റ്റേബിൾ ആക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ ഗോ ഇൻ എ സ്പിരിച്വൽ വേ. ആ സ്പിരിച്വൽ വേയിൽ നിങ്ങൾ പോയാൽ നിങ്ങളുടെ ലൈഫ് നാളെയോ മറ്റന്നാളോ കൊണ്ടോ സ്റ്റേബിൾ ആയേക്കാം. ആ ഒരു സ്റ്റേബിൾ എനർജി, ആ എനർജി ഫീൽ ചെയ്യാനാണ് നമ്മുടെ സോളിലൂടെ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സോളിന് അതാണ് വേണ്ടത്. പക്ഷെ അത് മെറ്റീരിയലിസ്റ്റിക് വേൾഡിന്റെ പിറകെ ഓടി, ലക്ഷറിയുടെ പിറകെ ഓടി നിങ്ങൾ പോവുക ആണെങ്കിൽ അത് അല്പസമയമേ നിങ്ങൾക്ക് മധുരം തരും. ആ മധുരം നിങ്ങൾ മേടിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ ആയിരിക്കും കിട്ടാൻ പോകുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ പീസ് ആയിരിക്കും എടുത്ത് കളയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണുമായിട്ടുള്ള അപ്സ് ആൻഡ് ഡൗൺസ് നിങ്ങളെ പല പാഠങ്ങളും പഠിപ്പിച്ചു. ആൻഡ് ഈ പേഴ്സണുമായിട്ടുള്ള എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേർപ്പസ് ഏകദേശം എൻഡ് ആകാൻ പോവാണ്, അല്ലെങ്കിൽ എൻഡ് ആയി. ആൻഡ് ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ആൻഡ് അവിടെ നിങ്ങൾ കിങ് എനർജി അല്ലെങ്കിൽ ക്യൂൻ എനർജിയിലായിരിക്കും. ആൻഡ് ഓൾസോ ഇത് ഓൾറെഡി പ്ലാൻഡ് എനർജിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു പർട്ടിക്കുലർ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നത്, അപ്സ് ആൻഡ് ഡൗൺസ് ക്രിയേറ്റ് ചെയ്തത്. ആഫ്റ്റർ ദാറ്റ് നോ പെയിൻ നോ ഗെയിൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു പെയിൻ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈവൻ ആ ഒരു പേഴ്സണുമായിട്ട് ആ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ നെക്സ്റ്റ് ഇസ് എ ന്യൂ ബിഗിനിങ് വിത്ത് അതർ പേഴ്സൺ, വേറൊരു വ്യക്തിയുമായിട്ട്. അതുപോലെ തന്നെ പൈൽ നമ്പർ 1, നിങ്ങൾ ഈ ഒരു പൈല് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സണിൽ ചിലപ്പോൾ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിൽ ഇപ്പോഴും അട്രാക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ എന്റെ ഡെസ്റ്റിൻ പാർട്ട്ണർ തന്നെയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു കാണാം. കാരണം നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ അങ്ങനത്തെ എനർജിയാണ് കാണുന്നത്. സോ നിങ്ങൾക്ക് അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് ഇതിനൊക്കെ എഫേർട്ട് എടുക്കണോ വേണ്ടോ എന്നൊരു ചിന്തയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോയിന്റിൽ, അങ്ങനെ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ എനിക്ക് കിട്ടുന്ന എനർജി അനുസരിച്ച് യൂണിവേഴ്സ് പറയുന്നത്, ഇഫ് ഇറ്റ്സ് ടോക്സിക്, അത് നിങ്ങൾക്ക് പെയിൻ ആണ് തരുന്നതെങ്കിൽ നൗ ഇറ്റ്സ് ടൈം ടു എൻഡ്. കാരണം നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും സ്പിരിച്വൽ പാത്വയെ കുറിച്ചും ഈവൻ ഡയറക്റ്റിനെ കുറിച്ചും കൈൻഡ് ഓഫ് പോസിറ്റീവ് എനർജിയെ കുറിച്ചും അറിഞ്ഞു കഴിഞ്ഞു.
അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ എൻഡ് ആക്കാനുള്ള സമയമായി. കാരണം ഈ ഒരു കണക്ഷൻ എൻഡ് ആക്കിയാൽ മാത്രമേ നമുക്ക് അടുത്ത കണക്ഷനിലേക്ക് പോകാൻ സാധിക്കൂ. കാരണം ഇപ്പോ ഒരു സ്കൂളിൽ 1 to 4 വരെ അവരവിടെ പഠിപ്പിക്കുന്നുള്ളൂ എങ്കിൽ ആ ഒരു 1 to 4 വരെ നമ്മളവിടെ പഠിച്ചതിന് ശേഷം 5ാം ക്ലാസ്സിലേക്ക് കയറാൻ വേറെ സ്കൂളിൽ പോയാൽ പറ്റും, അല്ലേ? 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയാണ് ഒരു സ്കൂൾ പഠിപ്പിക്കുന്നതെങ്കിൽ 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് +1 +2 വേറെ സ്കൂളിൽ പോയാൽ പറ്റും, അല്ലേ? അപ്പൊ നമ്മുടെ ചാപ്റ്റർ അവിടെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ പ്രവൃത്തി അവിടെ തീർന്നു കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറിയേ പറ്റുകയുള്ളൂ. അത് അങ്ങനെയാണ്. 1 തൊട്ട് 4 വരെയുള്ള ശിക്ഷ കൊടുക്കുന്നിടത്ത് 1 തൊട്ട് 4 വരെയുള്ള ശിക്ഷയെ കിട്ടൂ. അത് കഴിഞ്ഞ് പിന്നെയും 4ാം ക്ലാസ്സിൽ തന്നെ ഇരിക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് മൂവ്മെന്റോ അറിവുകളോ ഒന്നും കിട്ടാനില്ല. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്ന ഈ ഒരു കണക്ഷൻ. നിങ്ങൾ ആ ഒരു സൈക്കിളിൽ കയറി അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നൗ ആ സൈക്കിൾ നിങ്ങൾ വിട്ടേ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത സ്കൂളിലേക്ക് ചേരാൻ പറ്റൂ, അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ യുവർ ലൈഫ്, അല്ലെങ്കിൽ നെക്സ്റ്റ് സൈക്കിളിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റൂ. ആൻഡ് ഓൾറെഡി ഫ്രം ദ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് നിങ്ങൾക്ക് അബണ്ടൻസും ഹാപ്പിനെസ്സും നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസും അവൈലബിൾ ആണ്. ഓക്കെ, പക്ഷേ നിങ്ങൾ ഈ സൈക്കിൾ എൻഡ് ചെയ്യാത്തത് കൊണ്ടും ഇതിൽ സ്റ്റക്ക് ആയതുകൊണ്ടും നിങ്ങൾക്ക് അത് റിസീവ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണുമായിട്ട് കണക്ഷൻ ആയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി, അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസ്, ഇവരുമായിട്ടുള്ള ഹാങ് ഔട്ട്, പുറത്തിറങ്ങുക, സംസാരിക്കുക, കൂട്ട്, ഇതെല്ലാം പോയി കാണണം. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് തിരിച്ച് റീഗെയിൻ ചെയ്യാൻ സാധിക്കും. ആൻഡ് നിങ്ങൾക്ക് ഇനിയും ഫ്രണ്ട്ഷിപ്പ് അവൈലബിൾ ആണ്. പുതിയ ഫ്രണ്ട്സ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ സാധിക്കും. ബട്ട് നിങ്ങൾ ഈ ഒരു കണക്ഷൻ എൻഡ് ചെയ്താൽ മാത്രം. ബിക്കോസ് ഇത് നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുന്ന പല ഓപ്പർച്യൂണിറ്റീസിനും ഇവർ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾ വിചാരിക്കുന്നു ഈ പേഴ്സൺ നിങ്ങൾ ഗുണമാണ് ചെയ്യുന്നതെന്ന്. പക്ഷെ എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്ന ഈ ഒരു പേഴ്സൺ ഇസ് ബ്ലോക്കിംഗ് യുവർ എനർജി. സോ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ അല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറിന്റെ എനർജി എന്താണ്, ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ എപ്പോഴായിരിക്കും ഏകദേശം മീറ്റ് ചെയ്യുക, നമുക്ക് പ്രോബബിലിറ്റീസ് ആണ് പറയാൻ പറ്റുക. സോ മീറ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫ്യൂച്ചർ ഓഫ് ഫയൽ നമ്പർ 1 ഡെസ്റ്റിൻ പാർട്ട്ണർ. Knight of Swords. Okay, Hierophant. 7 of Swords and Tower. Okay. എനിക്ക് തോന്നുന്നു വാട്ടർ സൈൻ, ഐ ഫീൽ സോ, എയർ സൈൻ ആൻഡ് എർത്ത് സൈൻ. ആൻഡ് ഓൾസോ നമ്പർ 4 സിഗ്നിഫിക്കൻ്റ് ആണെന്ന് തോന്നുന്നു. ഏപ്രിൽ മാസം വളരെയധികം ഗുണമുള്ള മാസമാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ജൂൺ ജൂലൈ നിങ്ങൾ ഒരു പോസിറ്റീവ് ഔട്ട്കം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. ആൻഡ് 7, 5 ആൻഡ് 16 ഒരു ഇമ്പോർട്ടൻറ്റ് നമ്പർ ആയിട്ടും കാണുന്നുണ്ട് നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറിനുമായി ബന്ധപ്പെട്ട്. ആൻഡ് ഓൾസോ എനിക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സണ് നേരത്തെ ഒരു വ്യക്തിയുമായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കാം. ആ ഒരു കണക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. എക്സ്പെഷ്യലി ലിബ്ര, ജെമിനി, അക്വേറിയസ് എനർജി ആണെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരു പാസ്റ്റ് പ്രണയം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം. സോ നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറിനെ കിട്ടുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാരെങ്കിലും അവരുടേതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് തുറന്നു പറയാൻ ആഗ്രഹിക്കും. പക്ഷെ കുറച്ച് ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർ ചിലപ്പോൾ ഓപ്പൺ അപ്പ് ആവില്ലെങ്കിലും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ സഹായിക്കും. അതായത് ഈ ഒരു പേഴ്സന്റെ ലൈഫും എന്റെ ലൈഫ് പോലെ തന്നെയാണ്, ദാറ്റ്സ് വൈ നമ്മൾ മീറ്റ് ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ നമ്മുടെ സോൾമേറ്റ്സിന്റെ പാതകൾ കംപ്ലീറ്റ് ചെയ്ത് കർമ്മ കഴിഞ്ഞിട്ട് റീച്ച് ഔട്ട് ചെയ്യുന്നു. നിങ്ങളുടെ അതേ കർമ്മ ഫേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും ഏകദേശം നിങ്ങളുടെ സോൾമേറ്റ്സും വരിക. കാരണം കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഒരേ ജേർണിയിലാണ് പോയത്, എന്നിട്ട് റീഇൻകാർണേറ്റ് ചെയ്തതാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ രണ്ടും വേറെ വേറെ സ്ഥലത്തും വേറെ വേറെ രൂപത്തിലും ഭാവത്തിലും ആണെങ്കിലും ഏറെക്കുറെ നിങ്ങൾ ഫേസ് ചെയ്ത അതേ കൈൻഡ് ഓഫ് രീതിയിലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, അവർ പറയുകയോ പറയാതിരിക്കുകയോ. ആൻഡ് ഫോർ പൈൽ നമ്പർ 1 എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഡെസ്റ്റിൻ പാർട്ട്ണർ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഈ ഒരു പേഴ്സന്റെ അപ്സ് ആൻഡ് ഡൗൺസ് ചിലപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നിരിക്കാം. ചിലപ്പോൾ ആദ്യം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവാം, പിന്നെ നിങ്ങളുടെ പാർട്ട്ണർ ആയിട്ട് മാറുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അപ്സ് ആൻഡ് ഡൗൺസിലൊക്കെ നിങ്ങൾ അതൊരു സപ്പോർട്ട് ആയിട്ടായിരിക്കാം കയറി ചെല്ലുന്നുണ്ടാവുക. അല്ലെങ്കിൽ പ്രസന്റ്ലി നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ അറിയാം, പക്ഷെ ആ പേഴ്സണോട് നിങ്ങൾ അത്രത്തോളം ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല. ബട്ട് ലേറ്റർ അതൊരു ഇൻട്രസ്റ്റിലേക്ക് എത്തും. ആൻഡ് മെയിൻ എനർജി ആയിട്ട് എനിക്ക് കാണുന്നത് ലിബ്ര തന്നെയാണ്. ഒന്നുകിൽ നിങ്ങളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ലിബ്രിയൻ ആയിരിക്കാം. ലിബ്ര എനർജി ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങളെക്കാൾ കൂടുതൽ ടോക്സിക് ആയിട്ടുള്ള ജീവിതം അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്നായിരിക്കും അവർ വരുന്നത്. പക്ഷെ ഒന്നുകിൽ അവർ ഒത്തിരി ഡാമേജ്ഡ് ആയിരിക്കും, ഇല്ലെങ്കിൽ അവർ വളരെ കൂൾ എനർജിയിലിരിക്കും. പക്ഷെ അവരുടെ എനർജി, അവർ നിൽക്കുന്ന ഒരു പെർട്ടിക്കുലർ എനർജി എന്ന് പറയുന്നത് ടവർ മൂവ്മെന്റ്, ഇത്രത്തോളം ടോക്സിക് എനർജി ആയിരിക്കും. അതായത് നിന്ന നിപ്പിൽ ഉരുൾപൊട്ടൽ വരുന്ന കൈൻഡ് ഓഫ് ലൈഫ് ആയിരിക്കും അവരുടേത്. പക്ഷെ മേ ബി അവർ സ്പിരിച്വൽ അവേക്കൻഡ് ആണെങ്കിൽ അവരത് ഒരു പോസിറ്റീവ് വേയിൽ എടുക്കും. സ്പിരിച്വൽ അവേക്കൻഡ് അല്ലെങ്കിൽ അവരതിന്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഓക്കെ,
ചേസ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോ കാണിക്കുന്നു എന്നൊക്കെ പറയാം, എനിക്ക് അതുണ്ട് ഇതുണ്ട് അങ്ങനത്തെ, പക്ഷെ ഒന്നുമില്ല എന്താനും അങ്ങനത്തെ കൈൻഡ് ഓഫ് എനർജിയിലുള്ള ആളായിരിക്കും. അല്ലെങ്കിൽ അവരുടെ ഫാമിലി അങ്ങനെയായിരിക്കാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഭയങ്കര സ്റ്റേറ്റസ് കാണിക്കുന്ന ആളായിരിക്കും. അതായത് ഇങ്ങനെ കഴിക്കാവൂ, ഇങ്ങനെ സംസാരിക്കാവൂ, ഇങ്ങനെ വസ്ത്രം ധരിക്കണം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു എനർജി ആയിരിക്കും. ഒരു കൈൻഡ് ഓഫ് എ റിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എ പൊളിറ്റീഷ്യൻ എനർജി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സൺ അബ്രോഡ് ആയിരിക്കാം. ഓക്കെ, എന്തായാലും ഭയങ്കര ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തി പോലെ, അല്ലെങ്കിൽ പുറത്തു നിന്നായിരിക്കാം ഈ ഒരു പേഴ്സൺ വരുന്നത്. അപ്പോൾ അവിടുത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു എനർജി ആയിരിക്കാം ഈ ഒരു വ്യക്തിക്കുള്ളത്. എന്താണെങ്കിലും സ്വന്തം ഫെയിമും സ്റ്റാൻഡേർഡും എനർജിയും കൂടെ വലിച്ചു നടക്കുന്ന ഒരു സ്വഭാവമായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുക. ആൻഡ് ഓൾസോ എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സന്റെ ലൈഫ് വളരെ ഡിസാസ്റ്ററിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ പേഴ്സൺ വളരെ നല്ലൊരു ഫിലോസഫർ കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കാം കേട്ടോ. അത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഹി ഓർ ഷീ അവരെന്ന് പറയുന്നത്. ബട്ട് അവരുടെ ലൈഫ് മൊത്തം ട്രാജിക് ആയിരിക്കാം. ബട്ട് ഈ ഒരു പേഴ്സണെ മീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്ലിക്ക് ആവും. ബിക്കോസ് നിങ്ങളുടെ എനർജി വൈബ്രേഷൻ പോലെ തന്നെ ആയിരിക്കും ഇവരുടെ. അതായത് അകത്ത് നിങ്ങളിപ്പോൾ എത്ര തിരക്കിൽ നിന്നാലും നിങ്ങൾ ഒറ്റപ്പെട്ട എനർജി തന്നെയാണ്. ലോൺലിനെസ്, ഡിപ്രഷൻ നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട്. ഓക്കെ, പക്ഷെ പുറമെ നിങ്ങൾ ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്ത് നടക്കുന്ന ഒരു സ്വഭാവമായിരിക്കാം. ആൻഡ് നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറും അങ്ങനത്തെ സ്വഭാവം തന്നെയായിരിക്കാം. കൂടുതൽ ഉള്ളെടുക്കുമ്പോൾ മാത്രമേ മനുഷ്യന് മനസ്സറിയുന്നു പറയുന്നത് പോലത്തെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. ആൻഡ് നിങ്ങളുടെ പേഴ്സൺ എനിക്ക് തോന്നുന്നു എല്ലാം മനസ്സിലൊതുക്കുന്ന, ഇമോഷണലി അകത്ത് പിടിച്ചു വെക്കുന്ന ഒരു എനർജി ആയിട്ട് കാണുന്നു. എന്നിട്ട് പിന്നെ പുറത്ത് എപ്പോഴും ജോളി ടൈപ്പ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ബട്ട് അങ്ങനെയല്ല, കണ്ടോ ദിസ് കാർഡ് നോക്കുക, അങ്ങനെയല്ല. പുറത്ത് കണ്ടോ ഞാൻ ഓപ്ഷൻ എടുത്തോളാം, ഞാൻ നോക്കിക്കോളാം, ചാടിത്തുള്ളി നടക്കുന്ന എനർജി 7 of Cups. പക്ഷെ ഉള്ളില് ഒത്തിരി ഇമോഷണൽ ട്രോമാസ് ഉണ്ട്. പുറത്തെല്ലാം പറയുന്നില്ല, സീക്രട്ടീവ് ആണ്. ആൻഡ് കണ്ടോ 5 of Cups, ഡിപ്രഷൻ. ആൻഡ് നിങ്ങളുടെ പേഴ്സൺ മേ ബി ആ ബിസിനസ് മാൻ, അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നേഴ്സ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് അങ്ങനത്തെ, അല്ലെങ്കിൽ ഡോക്ടർ കൈൻഡ് ഓഫ് എനർജി നിൽക്കാം ഈ ഒരു പേഴ്സൺ. ആ പേഴ്സന്റെ കരിയറിൽ സ്ലൈറ്റ്ലി ആ പേഴ്സൺ അൺഹാപ്പി ആയിരിക്കാം. സ്റ്റാറ്റസ് ഉള്ളത് കൊണ്ട് അതിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു എനർജി ആയിരിക്കാം. അതുപോലെ തന്നെ മേ ബി ബിസിനസ് കൈൻഡ് ഓഫ് എനർജിയിൽ ഈ പേഴ്സൺ നിൽക്കുന്നുണ്ട്. ഈ പേഴ്സൺ ഭയങ്കര ടെൻഷൻ ആൻഡ് റിസ്ക് ഉള്ള ഒരു ജീവിതമായിരിക്കാം മേ ബി പേഴ്സൺ ലീഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൺ കൈൻഡ് ഓഫ് ജിം ട്രെയിനർ അങ്ങനത്തെ എനർജിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പേഴ്സന്റെ പ്രൊഫഷൻ അങ്ങനത്തെ രീതിയിലായിരിക്കാം. ജിം ട്രെയിനർ ഓർ ബിസിനസ് ഓർ ജിം ട്രെയിനർ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ. ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ലോയർ. ഓക്കെ, ആ ഒരു പ്രൊഫഷനിലും ഈ പേഴ്സൺ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു പേഴ്സന്റെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും മേ ബി ഏകദേശം നമുക്ക് ഒരു ട്രാജിക് എനർജി ഉള്ളപ്പോഴായിരിക്കാം മേ ബി നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടാവും ഇവരെ. ആൻഡ് ഓൾസോ ഈ ഒരു പേഴ്സൺ HPRIST ഈ കൈൻഡ് ഓഫ് ഇനിഷ്യൽസോ പേരോ, C ഈ കൈൻഡ് ഓഫ് ഇനിഷ്യൽസോ പേരോ ഉണ്ടായിരിക്കാനുള്ള സാധ്യത ഉണ്ട്. എക്സ്പെഷ്യലി ഐ തിങ്ക് P and H. ഓക്കെ, ആൻഡ് ഓൾസോ ബോട്ടം ഓഫ് ദി ഡെക്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള എനർജി അനുസരിച്ചിട്ട് ഈ ഒരു പേഴ്സൺ രാത്രി കാലങ്ങളിൽ ഒത്തിരി കരയുന്ന എനർജിയിൽ കാണുന്നുണ്ട്. ഇന്റൻഷനലി എനിക്ക് തോന്നുന്നു മറ്റാരും വിഷമിപ്പിക്കാൻ നോക്കുന്ന ആളല്ലെങ്കിലും ഈ ഒരു പേഴ്സന്റെ പ്രവൃത്തിയിൽ ഐ തിങ്ക് മറ്റാരെങ്കിലും വിഷമിച്ചു പോകുന്നുണ്ട്. അത് ഓർത്ത് ഈ പേഴ്സൺ സങ്കടപ്പെടാണ്. അതായത് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് എനർജിയാണ്. പാസ്റ്റിനെ വിടാനും പറ്റുന്നില്ല, പ്രസന്റിൽ നേരെ ചൊവ്വ ജീവിക്കാനും പറ്റുന്നില്ല, എന്നാൽ ഫ്യൂച്ചർ എനർജിയിൽ ടെൻസ്ഡുമാണ്. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് എനർജിയാണ് ഈ പേഴ്സൺ കാണപ്പെടുന്നത്. ആൻഡ് ഈ ഒരു പേഴ്സന്റെ ചുറ്റുമുള്ള ആൾക്കാർ വളരെയധികം ടോക്സിക് ആണ് എന്നതാണ് കാണുന്നത്. ആ പേഴ്സൺ വളരെ ടെൻസ്ഡും സ്ട്രെസ്ഡുമായിട്ടുള്ള വ്യക്തിയാണ്. മേ ബി ഈ പേഴ്സൺ നെഞ്ചിലേറ്റ് നടക്കുന്ന ഈ പേഴ്സന്റെ വീട്ടുകാർ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഫ്രണ്ട്സ് തന്നെ അയാളെ അല്ലെങ്കിൽ ഹി ഓർ ഷി അവരെ ചതിക്കുഴിയിലേക്ക് വീഴ്ത്തുന്നുണ്ട്. പക്ഷെ അവരെ ബ്ലൈൻഡ്ലി അവർ ട്രസ്റ്റ് ചെയ്യാണ്. നമ്മളിപ്പോൾ അവരെ കുറിച്ച് അത് മോശമാണെന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു പേഴ്സൺ ഒരു പരിധി വരെ അത് വിശ്വസിക്കില്ല. ഓക്കെ, ഈ ഒരു പേഴ്സൺ ഹൈലി സ്പിരിച്വൽ ആയാൽ മാത്രമേ ഈ ഒരു പേഴ്സണ് പീസ് എനർജി കിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു പേഴ്സന്റെ ചുറ്റുമുള്ളവരെല്ലാവരും ഈ ഒരു പേഴ്സന്റെ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ ജീവിക്കാനാണ് എനിക്ക് തോന്നുന്നു പ്രേരിപ്പിക്കുന്നത്. മേ ബി നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ എൻ്റർ ചെയ്യുമ്പോഴാണ് സ്പിരിച്വൽ ആയിട്ടും ജീവിക്കാൻ സാധിക്കും. സ്പിരിച്വൽ എനർജി ആ പേഴ്സണെ പോലെ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളും ഉണ്ട് എന്നൊരു രീതിയിൽ കാണുന്നു. മേ ബി നിങ്ങളും ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിലായിരിക്കാം. നിങ്ങൾ രണ്ടുപേരും മിറർ ചെയ്യുന്ന എനർജിയുമായിരിക്കാം. നിങ്ങൾക്കും വേണ്ടത് ഒരു സ്പിരിച്വൽ കമ്പാനിയനെ ആയിരിക്കാം. നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറിന് വേണ്ടതും ഒരു സ്പിരിച്വൽ കമ്പാനിയനെ ആയിരിക്കാം. സോ നിങ്ങൾ രണ്ടൊരു പരസ്പരം കണ്ടുമുട്ടുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വല്ലാണ്ടൊരു റിലീഫ് ഫീൽ ചെയ്യും.
ഈ ഒരു പേഴ്സന്റെ കയ്യിൽ ഫ്യൂച്ചറിൽ ഇഷ്ടം പോലെ കൈൻഡ് ഓഫ് കാശ് ഉണ്ടാവും. മറ്റൊരുത്തൻ അസൂയ ഉണ്ടാകുന്ന രീതിയിലുള്ള കാശ് നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറിന്റെ അടുത്ത് ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറിന് വേണ്ടത് കാശായിരിക്കില്ല. മേ ബി ആ പേഴ്സൺ അത് ചാരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ആ പേഴ്സൺ ഏത് ലെവലിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ നോക്കണ്ട. ബിക്കോസ് ഫ്യൂച്ചറിൽ ഈ പേഴ്സൺ വളരെ അബണ്ടന്റ് ആയിരിക്കും. എക്സ്പെഷ്യലി ഒരു പേഴ്സന്റെ നമ്പർ 6 ആണെങ്കിൽ, ഈ പേഴ്സൺ നിങ്ങളാണ് 6 എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണ് 6 എങ്കിൽ, നിങ്ങൾക്ക് ഫെയിം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ലോട്ട് ഓഫ് അബണ്ടൻസ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ മെയിൻലി ഒരു പേഴ്സണെ നശിപ്പിക്കുന്നത് ഈ പേഴ്സന്റെ ഫ്രണ്ട്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ടേക്ക് കൊടുക്കും, പക്ഷെ തിരിച്ചൊന്നും ഇങ്ങോട്ടൊന്നും കിട്ടത്തില്ലാത്തൊരു എനർജി, അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറയുന്നത് ഈ പേഴ്സൺ കേൾക്കും, അപ്പൊ ചതിക്കുഴികളിലേക്ക് ചാടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ നമ്മൾ എത്ര പറഞ്ഞാലും ഇവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ പോയാണ് ഇല്ലാണ്ടാവുന്നത് എന്ന കൈൻഡ് ഓഫ് എനർജിയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുമ്പ് പരിചയപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോഴും പ്രസന്റ്ലി ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യക്തി സ്പിരിച്വൽ ആണെന്ന് പുറമേ പറയുന്ന എനർജി ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ ഒറിജിനലി നല്ല രീതിയിൽ ഇൻസൈഡിൽ സ്പിരിച്വൽ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങളെയും ഈ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക യൂണിവേഴ്സ്. അതുപോലെ ഈ ഒരു പേഴ്സണെ മെയിൻലി നിങ്ങൾ മീറ്റ് ചെയ്യുന്നത് ഒരു ഗ്യാതറിംഗിലായിരിക്കും, അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ഒരു ആരാധനാലയത്തിൽ പോകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ചുമ്മാ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലം കാണാൻ പോകുമ്പോഴത്തേക്കാണ് ഈ ഒരു പേഴ്സണെ മീറ്റ് ചെയ്യുന്നത് എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് കാണുന്നത്. ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഈ ലൈഫിലും അങ്ങനെയാണ് നിങ്ങൾ ഈ പേഴ്സൺ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഒരു പേഴ്സൺ പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്ന നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറാണ്. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ മീഡിയം ടു വൈറ്റ് ടോൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യൻ ആണെങ്കിൽ വീറ്റിഷ് ടോൺ ആയിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് കൈൻഡ് ഓഫ് ഹൈറ്റ് ഒരു 5 അടി 6 അടിക്ക് ഇടയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ 5 അടി ആയിരിക്കാം. ഫീമെയിൽ ആണെങ്കിൽ 4 to 5 റേഞ്ചിലായിരിക്കാം ഈ ഒരു പേഴ്സണ് ഹൈറ്റ് വരുന്നത്. ആൻഡ് മേ ബി കണ്ണാടി ഉപയോഗിക്കുന്ന വ്യക്തികളായിരിക്കാം. അതുപോലെ പുറമെ ശാന്തരായിട്ട് കാണും, പക്ഷെ ദേഷ്യം വന്നാൽ കൈൻഡ് ഓഫ് ഡെവിൾ എനർജിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദേഷ്യം പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ആ സമ്മതിച്ചു കൊടുത്തിട്ട് പോകുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ഉടക്കാൻ നിന്നാൽ അത് ഭയങ്കര ഭീകരമായി പോകും. അതുകൊണ്ട് ഉടക്കിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന കൈൻഡ് ഓഫ് എനർജിയാണ്. അത് അവർക്കും അറിയാമെന്നുള്ളത് കൊണ്ട് പല കാര്യങ്ങളും അവരിങ്ങനെ ഈസി ആയിട്ട് പോട്ടെ വിട്ടേക്കാം എന്നൊരു എനർജിയിലേക്ക് പോകും. ആൻഡ് മേ ബി സ്നേഹിക്കുന്നവരുടെ അടുത്തായിരിക്കും ഈ ഒരു പേഴ്സണെ കൺട്രോൾ ഉണ്ടാവുക. ആൻഡ് ഈ ഒരു പേഴ്സണ് എനിക്ക് തോന്നുന്നു ഇമോഷണലി പണ്ട് തൊട്ടൊരു ട്രോമാസ് ഉണ്ടാവാനുള്ള സാധ്യത. മേ ബി പേഴ്സണ് ഫാദറോ മദറോ കാണത്തില്ല, അല്ലെങ്കിൽ ഫാദറോ മദറോ ടോക്സിക് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ട്രോമ ഈ പേഴ്സൺ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഫ്രം ദിസ് ഡെവിൾ എനർജി മേ ബി നിങ്ങളുടെ വീട്ടിൽ സമ്മതിക്കില്ലായിരിക്കാം ഈ ഒരു ഡെസ്റ്റിൻ പാർട്ട്ണറുമായിട്ടുള്ള യൂണിയൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ കാസ്റ്റ് വ്യത്യാസമായിരിക്കാം, അല്ലെങ്കിൽ മേ ബി ഇത് ഇപ്പോ കൈൻഡ് ഓഫ് നിലവിൽ എക്സ്ട്രാ മാരിറ്റൽ കൈൻഡ് ഓഫ് അഫെയറിലേക്ക് അത് വീണ് കാണണം. അതുകൊണ്ട് തന്നെ മാരേജിന്റെ കാര്യത്തിലേക്ക് നിങ്ങൾ പോകുമ്പോഴത്തേക്ക് കുറച്ച് ഇഷ്യൂസ് നിങ്ങൾ ഡെസ്റ്റിൻ പാർട്ട്ണറിന്റെ വഴി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബട്ട് നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുമെങ്കിലും കൈൻഡ് ഓഫ് ഡെവിൾ എനർജി ബ്ലോക്കേജസ് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ഓൾസോ ഗൈസ് ഫ്രം ദിസ് ബോട്ടം ഓഫ് ദ ഡെക്ക് നിങ്ങൾക്ക് ഫാമിലി ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പുകൾ ഉണ്ടാകും. പക്ഷെ നിങ്ങളുടെ ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറിനെ മീറ്റ് ചെയ്യാൻ സാധിക്കുക. സോ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ എത്രത്തോളം ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ചെയ്യാൻ താമസിക്കും. നിങ്ങൾ സ്റ്റേബിൾ ആയി കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. സോ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കൈൻഡ് ഓഫ് അബണ്ടൻസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഡെസ്റ്റിൻ പാർട്ട്ണർ നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരുക. എനിക്ക് തോന്നുന്നത് ഈ ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങളുടെ ജോലി റെഡി ആകും, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഒരു അബണ്ടൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു സ്ഥലത്തേക്ക് പേജ് ഓഫ് സോർട്സ് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ആ ഒരു അംബീഷ്യസ് ആയിട്ടുള്ള സോണിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ആഫ്റ്റർ ദാറ്റ് ആയിരിക്കും നിങ്ങളുടെ വിവാഹം അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറിനെ ഉറപ്പിക്കാൻ പറ്റുക. അതുപോലെ തന്നെ നിങ്ങൾ ആയിരിക്കും ടീച്ചർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു സമയത്തേക്ക് മേ ബി നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഫ്രം ദിസ് എംപ്രസ് കാർഡ് നിങ്ങളുടെ പേഴ്സൺ വളരെ നർച്ചറിങ് ആൻഡ് കെയറിങ് ആയിരിക്കും. തുടക്കത്തിൽ ഈ ഒരു പേഴ്സന്റെ ഇമോഷണൽ ട്രോമ ഉണ്ടായിരിക്കാം, അതുകൊണ്ട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കാം. ആ പേഴ്സന്റെ ഇമോഷണൽ ട്രോമ ഹീൽ ചെയ്ത് ആ പേഴ്സണെ സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് നിങ്ങളുടെ സോൾ പർപ്പസ് ആണ്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പേഴ്സൺ കൈൻഡ് ഓഫ് എ മദർ, ഒരു കൊച്ചിനെ നോക്കുന്ന പോലത്തെ എനർജിയിലേക്ക് വരും. ആൻഡ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് മേ ബി സാങ്കല്പിക പ്രണയം, ആ ഒരു കൈൻഡ് ഓഫ് എനർജി ഒരു പേഴ്സൺ നിങ്ങൾക്ക് തരാൻ സാധിക്കും. കാരണം ഈ ഒരു പേഴ്സൺ അത്രത്തോളം സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള ഡീപ്പ് കണക്ഷൻ ഉള്ള ആളായത് കൊണ്ട് തന്നെ ചീറ്റ് ചെയ്യാനൊന്നും ശ്രമിക്കില്ല. അതുപോലെ നമുക്ക് വേണമെന്നുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന എനർജിയാണ് നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറിനുള്ളത്.
ആൻഡ് വൺസ് നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങിയാൽ നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണ് എന്നവർ നോക്കത്തില്ല, തീർച്ചയായിട്ടും നിങ്ങളെ പ്രണയിക്കും. നിങ്ങൾക്ക് വയ്യാതായെന്നോ നിങ്ങൾക്ക് ജോലിയില്ലെന്നോ ജോലി ഉണ്ടെന്നോ എന്ത് കൈൻഡ് ഓഫ് സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ നിൽക്കും. എത്രത്തോളം ബ്യൂട്ടിഫുൾ കണക്ഷൻ ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങളൊരു ഒരു ടോക്സിക് കണക്ഷനിലാണ് നിൽക്കുന്ന ആ ഒരു ചാപ്റ്റർ എൻഡ് ചെയ്യുക. കാരണം അത് എൻഡ് ചെയ്തിട്ട് സ്വന്തമായി സ്റ്റേബിൾ ആയാലാണ് നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ കണക്ഷൻ അട്രാക്ട് ചെയ്യാൻ സാധിക്കുക. ആൻഡ് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ കണക്ഷൻ വളരെ 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 ബ്യൂട്ടിഫുൾ ആണ്. അതുകൊണ്ട് നിങ്ങളുടെ എനർജി സ്റ്റേബിൾ ആക്കിയിട്ട് നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കൻഡ് ആയിട്ടുള്ള വ്യക്തിയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, റാദർ ദാൻ ഒരു അഫെക്ഷൻ അട്രാക്ഷൻ ഉള്ള ടോക്സിക് എനർജിയിൽ നിൽക്കാതെ. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്കും ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ആ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് നിന്നും ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ ഇനിയും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും പഠിക്കാനും ഒരു ന്യൂ ജേർണി ബിഗിൻ ചെയ്യാനും ഉണ്ട്. ആൻഡ് ഈ റിലേഷൻഷിപ്പിൽ ഭയങ്കര ഫ്രീഡം ഉണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നുണ്ട്, സം കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവേക്കനിങ് ഉണ്ടാവുന്നുണ്ടെങ്കിലും റെസ്ട്രിക്ഷൻസ് ഈ ഒരു കണക്ഷനിൽ ഉണ്ടാവില്ല. സോ നിങ്ങൾ ഈ ഒരു കണക്ഷൻ എൻജോയ് ചെയ്യും. ആൻഡ് ലോങ് ടേമിൽ ഇത് പോകുന്ന കണക്ഷനുമായിരിക്കും. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്, മേ ബി ഡിസൈനിങ് ഫീൽഡിൽ, ഇന്റീരിയർ ഡിസൈനിങ് പോലുള്ള ഫീൽഡിലായിരിക്കും നിങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ആയിരിക്കാം മേ ബി നിങ്ങളുടെ ഹോബി ആയിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് എനർജി ആയിരിക്കും നിങ്ങളുടെ പാർട്ട്ണറുള്ളത്. നിനക്ക് തോന്നുന്നത് എന്താണോ നീ ചെയ്യൂ എന്ന്, നിനക്ക് നിന്റേതായിട്ടുള്ള ലൈഫ് ഡിസൈഡ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഈ കൈൻഡ് ഓഫ് രീതിയിലായിരിക്കും നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറുടെ സ്വഭാവം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ വളരെയധികം പാഷനേറ്റും അട്രാക്റ്റഡും ആയിരിക്കും ടുവേർഡ്സ് യു. ആൻഡ് ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് കൈൻഡ് ഓഫ് ന്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സ്റ്റേബിൾ ആയിരുന്നാൽ നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ എത്രയും വേഗം നിങ്ങളുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി നിങ്ങൾ ജോബ് ഉണ്ടെങ്കിൽ മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഈ ഒരു പേഴ്സൺ തന്നെ മിഡിൽ ഫിംഗറിൽ റിങ് ഇടുന്ന അല്ലെങ്കിൽ കയ്യിൽ റിങ് ഇടുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ റിങ്ങിനോട് പ്രണയമുള്ള ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ അട്രാക്ഷനും റൊമാൻസും പരസ്പരം ഉണ്ടായിരിക്കും. പക്ഷെ എന്നാൽ നിങ്ങൾ ഹൈലി സ്പിരിച്വലും ആയിരിക്കും. അതുകൊണ്ടാണ് കറന്റ്ലി നിങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ അല്ല എന്ന് പറയുന്നത്. കാരണം ആ ഒരു നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ വളരെയധികം സ്പിരിച്വൽ ആയിട്ട് ഒരു വ്യക്തിയായിരിക്കും. ആൻഡ് മോർ ഓവർ നിങ്ങൾ കുറെ കാര്യങ്ങൾ അയാളുടെ അടുത്ത് നിന്ന് പഠിക്കും, ഹി ഓർ ഷീ അവരുടെ അടുത്ത് നിന്ന് പഠിക്കും എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ പ്രസന്റ്ലി ഡീൽ ചെയ്യുന്ന പേഴ്സൺ ഹൈലി സ്പിരിച്വൽ അല്ല, പുറമേ സ്പിരിച്വൽ ആണെന്ന് പറയുന്ന ഒരാളാണെങ്കിൽ ആ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ ആയിരിക്കില്ല. ബിക്കോസ് നിങ്ങളുടെ സോൾ പർപ്പസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആൻഡ് ആ ഒരു പേഴ്സൺ കാണാൻ വളരെ ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള എനർജി ആയിരിക്കും നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾ ആയിരിക്കും അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ്. എനിക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറേ വലിച്ചു നീട്ടുന്നില്ല, നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. ഫർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ സെക്കൻഡ് പൈലിൽ കാണാം. അതുവരെയും ബൈ ബൈ ഗൈസ്. അപ്പൊ നിങ്ങൾ സെക്കൻഡ് പൈലായിട്ടുള്ള നമ്മുടെ ലാപ്പസിന്റെ സ്റ്റോൺ ആണ് എടുത്തിട്ടുള്ളത്. ഇതാണ് നിങ്ങളെ അട്രാക്ട് ചെയ്തിട്ടുള്ളെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കറന്റ്ലി ഡീൽ ചെയ്യുന്ന നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ ആണോ അല്ലയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറിന്റെ എനർജി എന്താണ് എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കാർഡ് എടുക്കാം. Please guide us. Temperance, Queen of Wands energy. ഗൈസ്, നിങ്ങൾ വളരെ ഇമ്മച്ചുവർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. പല കാര്യങ്ങളും നിങ്ങൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓടിപ്പിടിക്കാൻ അല്ലെങ്കിൽ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ഹൈലി മാനിഫെസ്റ്റഡ് പീരീഡിലാണ് ഇരിക്കുന്നത്. ഓക്കെ, 2 of Cups. മാനിഫെസ്റ്റോ പീരീഡിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലൊരു പെർട്ടിക്കുലർ വ്യക്തിയുണ്ട്. ആ വ്യക്തി നിങ്ങളുടെ ദ മോസ്റ്റ് ബെസ്റ്റ് കമ്പാനിയൻ ആയി തീരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ ചേരുമോ എന്നുള്ള കോമ്പാറ്റബിലിറ്റി ടെസ്റ്റ് ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ട്. അതിലൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വളരെ ചേർച്ചയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി ഉള്ളിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന എനർജിയാണ് കാണുന്നത്. ആൻഡ് ഈ ഒരു പേഴ്സണെ, ആ പേഴ്സൺ അല്ല നിങ്ങൾ ചേസ് ചെയ്യുന്നത്, നിങ്ങളാണ് ആ ഒരു പേഴ്സണെ ചേസ് ചെയ്യുന്നത്. ഒരു പരിധിവരെ അവരായിരിക്കാം നിങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിലും നിങ്ങളാണ് അവരുടെ പിറകെ പോകുന്നത് എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ അവരുടെ പിറകെ പോയാലും അവർ നിങ്ങളുടെ പിറകെ വന്നാലും നിങ്ങൾ എന്തോ കൈൻഡ് ഓഫ് ഹാപ്പിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ പ്രസൻസ് നിങ്ങൾക്ക് ഭയങ്കര അഡിക്ഷൻ നൽകുന്നുണ്ട്. ഇപ്പോൾ കൈൻഡ് ഓഫ് ഡ്രഗ് അഡിക്ഷൻ പോലെ അഡിക്ഷൻ നൽകുന്നുണ്ട് എന്നതാണ് കാണുന്നത്. അല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ നോട്ടിഫിക്കേഷൻ
മതി നമ്മുടെ ജീവിതം സഫലമാകാൻ എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ഒരു പേഴ്സണിൽ അറ്റാച്ച്ഡ് ആകുന്നത് നമുക്ക് ദോഷം ചെയ്യുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പ്രസന്റ്ലി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കണക്ഷനിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കാം, അല്ലെങ്കിൽ പ്രസന്റ്ലി നിങ്ങളുടെ കണക്ഷൻ സ്റ്റക്കാണ്, നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണ്, പക്ഷെ ബ്രേക്കപ്പ് ആയിട്ടില്ല. ഈ കൈൻഡ് ഓഫ് എനർജിയിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഇതിനകത്ത് ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ തന്നെ മതി, 100% ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ ആണെന്ന് നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉള്ള എനർജി ആയിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ മനസ്സ് കോൺസ്റ്റന്റ്ലി ട്രിഗർ ചെയ്യുന്നുണ്ട്, ഇതാണ് എൻ്റെത്, ഇതാണ്, വേറെ ഒന്നുമല്ല, ദിസ് ഇസ് മൈ ട്വിൻ ഫ്ലെയിം. മേ ബി എനിക്ക് തോന്നുന്നു നിങ്ങൾ പല ആൾക്കാരുടെ അടുത്ത് കൺഫേം ചെയ്തിട്ടുണ്ടായിരിക്കും ഇത് ട്വിൻ ഫ്ലെയിം ആണോ സോൾമേറ്റ് എനർജി ആണോ എന്ന് നിങ്ങൾ കൺഫേം ചെയ്ത ഒരു ഇതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. ഒരു പരിധിവരെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറച്ച് ബൗണ്ടറീസിൽ നിർത്തുന്നുണ്ട് എന്നാണ് എനിക്ക് കാണുന്നത്. സോ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഞാൻ പറയുന്ന ഫീച്ചർ ആണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ മാത്രമായിരിക്കും നിങ്ങളുടെ ഡെസ്റ്റിന്റെ പാർട്ട്ണർ ആയിട്ട് വരിക. വീഡിയോ മുഴുവൻ കണ്ടു നോക്കുക. അല്ല എങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ ആവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്നാണ് എനിക്ക് കാണുന്നത്. കാരണം 2 ഓഫ് കപ്സ് എനർജി ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റുകളും അതുപോലെ ഒരു പരിധിയിൽ കൂടുതലായിട്ടുള്ള കണക്ഷൻസും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു പരിധിവരെ നിങ്ങളുടെ പേഴ്സൺ സോൾമേറ്റ് ആയിരിക്കാം, പക്ഷെ ആ പേഴ്സൺ നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ ആണോ, ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ യൂണിയൻ ഉണ്ടാകുമോ എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. അത് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ചു നോക്കാം. ബട്ട് നിങ്ങളുടെ കണക്ഷൻ ഇസ് മാർവലസ്, വളരെ നല്ല കണക്ഷൻ ആണ്, വളരെ പോസിറ്റീവ് ഔട്ട്കം ആണുള്ളത്. ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ അട്രാക്റ്റഡ് ആണ്, നിങ്ങളെ ടച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഭയങ്കര വിയേർഡ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള കൈൻഡ് ഓഫ് സെക്ഷൽ എനർജി ഭയങ്കര ബൂസ്റ്റിംഗ് അപ്പ് ആണ്. കാരണം ആ ഒരു കൈൻഡ് ഓഫ് എനർജി കണ്ടോ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആ ഒരു പേഴ്സണെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ കൈൻഡ് ഓഫ് എനർജി പുറത്തേക്ക് വരുന്ന പോലത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു വ്യക്തി തന്നെയാണ്. ഈവൻ ഇപ്പോൾ 2 ബട്ടർഫ്ലൈസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഓർക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ശബ്ദം കേട്ടാലും പല്ല് ചലിച്ചാലും ഒക്കെ അതെ യൂണിവേഴ്സ് എനിക്ക് സൈൻ തന്നുകൊണ്ടിരിക്കുകയാണ്, ഹീസ് മൈൻ അല്ലെങ്കിൽ ഷീസ് മൈൻ എന്ന സൈൻ തന്നുകൊണ്ടിരിക്കുകയാണെന്ന എക്സൈറ്റേഷനിലായിരിക്കും പലപ്പോഴും നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കണക്ഷൻ അത്രത്തോളം ഡീപ്പസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എക്സൈറ്റേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു പരിധിവരെ ഈ പേഴ്സൺ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് എനർജിയിൽ വരുന്നുണ്ട്. പക്ഷെ ടെസ്റ്റഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ കറന്റ്ലി ഡീൽ ചെയ്യുന്ന എനർജി വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു പരിധിവരെ നിങ്ങളുടെ സോൾമേറ്റും അല്ലെങ്കിൽ അഥവാ ട്വിൻ ഫ്ലെയിം എനർജിയിൽ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ. മേ ബി ഇതിപ്പോൾ ഒരു എക്സ്ട്രാ മെറിറ്റൽ കൈൻഡ് ഓഫ് അഫെക്ഷൻ ആയിരിക്കാം, ബട്ട് സ്റ്റിൽ അതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് മനസ്സിലാവുന്നത്. ആൻഡ് യു ഗൈസ് ആർ ചേസിങ്, നിങ്ങളാണ് അങ്ങോട്ടേക്ക് ചേസ് ചെയ്യുന്നത്. കാരണം ഇവരുടെ പ്രസൻസ് നിങ്ങൾക്ക് വേണം. നിങ്ങൾ ഓൾവേസ് ഇവരെ പ്ലീസ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഒക്കെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവമായിരിക്കില്ല എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൻ്റേത് എന്ന് പറയുന്നത്. കാരണം കുറച്ചൊക്കെ ഒരു മൂശാട്ട സ്വഭാവം എന്നൊക്കെ പറയില്ല, ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിലേക്കാണ് ഈ ഒരു പേഴ്സൺ വീഴുന്നത് പലപ്പോഴും. ഓക്കെ, കാരണം എന്തുകൊണ്ട് പറയാൻ 9 ഓഫ് വാൻഡ്സ് കണ്ടോ, നീ അറിയേണ്ട കാര്യങ്ങൾ മാത്രം നീ അറിഞ്ഞാൽ മതി, കൂടുതൽ നീ അറിയണ്ട എന്നൊക്കെ ഒരു റെസ്ട്രിക്റ്റീവ് സോണിൽ നിങ്ങളെ വയ്ക്കുന്ന ഒരു എനർജി ആയിട്ട് കാണുന്നുണ്ട്. ഇൻഫിനിറ്റ് സോൾമേറ്റ് എനർജി കാണുന്നുണ്ട്. ജഡ്ജ്മെന്റ്, ഭയങ്കര ജഡ്ജ്മെന്റ് ആയിരിക്കും. നീ അങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ ചെയ്യരുത്, അവര് ചെയ്യുന്നത് കണ്ടോ, അവര് പോസിറ്റീവ് ആയിട്ടുള്ള ചെയ്യുന്നത്, നിനക്ക് പിന്നെ അങ്ങനെ ചെയ്താൽ എന്താ എന്ന രീതിയിലായിരിക്കും. അല്ലെങ്കിൽ ഗൈസ് ഒരു പരിധി ഇത് നിങ്ങളുടെ ക്രഷ് ആണോ, നിങ്ങൾക്ക് ഇവരുമായിട്ട് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നൊരു എനർജിയിലാണോ നിങ്ങൾ നിൽക്കുന്നതെന്ന് അറിയില്ല. കൈൻഡ് ഓഫ് ആ ക്രഷ് എനർജി ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. മേ ബി ഈ ഒരു പേഴ്സണെ നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ നിന്നാണോ മീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് സോഷ്യൽ മീഡിയയിൽ നിന്നായിരിക്കാം മീറ്റ് ചെയ്തിട്ടുണ്ടാവുക, ഇല്ലെങ്കിൽ കൈൻഡ് ഓഫ് സോഷ്യൽ സൈറ്റ്സ് എന്ന് മാട്രിമോണി, ഫ്രണ്ട് ആപ്പോ വാട്ട് എവർ ഇറ്റ് ഈസ്, അവിടെ നിന്നായിരിക്കാം നിങ്ങൾ ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയിട്ടുണ്ടാവുക. ആൻഡ് സോഷ്യൽ മീഡിയ വഴി ഒരു പേഴ്സണുമായിട്ടുള്ള നിങ്ങളുടെ കോൺടാക്ട് എനിക്ക് തോന്നുന്നു വളരെ വലുതാണ്. ചില ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ വഴി കണക്ഷൻ അല്ല, നിങ്ങൾക്ക് ഇന്ന് നേരിട്ട് ഈ ഒരു വ്യക്തിയെ കാണാൻ സാധിക്കുന്ന എനർജി ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഏറെക്കുറെ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് വളരെ ഫിസിക്കലി അട്രാക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഫിസിക്കലി ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഏകദേശം നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ ആണ് എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ ഈ ഒരു പേഴ്സന്റെ ഫീച്ചർ എന്താണെന്ന് നോക്കാം. ആ ഫീച്ചർ ഓക്കെ ആണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ ആയിരിക്കാം. ഇഫ് ഫീച്ചർ ഓക്കെ ആകുന്നില്ല, ഞാൻ പറയുന്ന സാഹചര്യങ്ങൾ ഓക്കെ ആകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറുമായിട്ടല്ല നിങ്ങൾ ഡീൽ ചെയ്യുന്നത്, ആ കണക്ഷൻ എൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ന്യൂ ജേർണിയിലേക്ക് പോകാവുന്നതാണ്. ഇഫ് നിങ്ങളുടെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സൈക്കിളിൽ മുന്നോട്ടേക്ക് പോവുക. പക്ഷെ മനസ്സിലാക്കുക, ചിലപ്പോൾ നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ ആയിരിക്കണമെന്നില്ല. ആ ഒരു പേഴ്സൺ ഒരു പെർട്ടിക്കുലർ ടൈം എക്സ്റ്റെൻഡ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആയി പോകാനുള്ള സാധ്യതകൾ കാണുന്നു. സോ വെൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. മാനിഫെസ്റ്റേഷൻ, വാവ്. മേ ബി ഈ ഒരു പേഴ്സൺസ് കൈൻഡ് ഓഫ് അക്വാരിയസ്, വെർഗോ, ടോറസ്, എയറസ് എനർജിയിൽ ആയിരിക്കാം.
അല്ലെങ്കിൽ ജെമിനി എനർജിയിലായിരിക്കാനുള്ള സാധ്യതയുണ്ട്, സജിറ്റേറിയസ് എനർജിയിലായിരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു പേഴ്സൺ. ആൻഡ് ഓൾസോ ലിബ്രയുടെ കുറച്ചേ കാണുന്നുള്ളേ, ലിബ്ര എനർജി കുറച്ചേ കാണുന്നുള്ളൂ. സ്കോർപിയോ, പൈസസ്, ക്യാൻസർ എനർജി ഹൈ ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഫിസിക്കലി ഈ ഒരു പേഴ്സൺ വളരെയധികം അട്രാക്റ്റഡ് ആണ്. പിന്നെയും ഡബിൾ എനർജി പോപ്പപ്പ് ചെയ്ത് വരികയാണ്. അതായത് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു വലിച്ച് മാറ്റിയാൽ പോലും ഡിറ്റാച്ച് ആവാൻ പറ്റാത്തൊരു എനർജിയിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് സ്റ്റക്കാണ്. അതുപോലെ പലപ്പോഴും ഈ ഒരു പേഴ്സൺ ഈ പേഴ്സന്റെ ഇമോഷൻസ് പലപ്പോഴും നമ്മളുടെ കാണിക്കത്തില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് കാണിച്ചില്ലെങ്കിൽ ഭയങ്കര പരാതിയാണ്. അത് വിളിച്ചില്ലെങ്കിൽ പരാതി, മെസ്സേജ് അയച്ചില്ലെങ്കിൽ പരാതി, ഈ ഒരു പേഴ്സൺ മെസ്സേജ് അയച്ചിട്ട് 2 സെക്കൻഡിനുള്ളിൽ തിരിച്ച് മെസ്സേജ് അയച്ചില്ലെങ്കിൽ പരാതി, നമ്മൾ ഒരിക്കലും ബിസി ആവാൻ പാടില്ല. പക്ഷേ ഈ ഒരു പേഴ്സൺ എപ്പോഴും ബിസി ആയിക്കൊണ്ടിരിക്കും. ഈ കൈൻഡ് ഓഫ് എനർജിയാണ്. അതുപോലെ തന്നെ DP ഇടുന്നത്, അങ്ങനത്തെ പിക്ചർ ഇടാൻ പാടില്ല, ഇങ്ങനത്തെ പിക്ചർ ഇടാൻ പാടില്ല, എന്റെ കൂട്ടുള്ള പിക്ചർ ഇടണം, അല്ലെങ്കിൽ എന്നെ ടാഗ് ചെയ്യണം, ഇങ്ങനത്തെ വാശികളുള്ള ഒരു എനർജി ആയിരിക്കും നിങ്ങളുടെ ഡെസ്റ്റിനി പാർട്ട്ണർ. അതുപോലെ ഈ ഒരു പേഴ്സൺ ടീച്ചർ എനർജി, ലെക്ചറർ എനർജി, ലോയർ എനർജി, സെയിൽസ്മാൻ എനർജി, സെക്യൂരിറ്റി, പോലീസ്, ഓട്ടോ ഡ്രൈവർ കൈൻഡ് ഓഫ് എനർജി, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ഫീൽഡിലായിരിക്കാനുള്ള സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എസ്പെഷ്യലി ലെക്ചർ കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ കൈൻഡ് ഓഫ് IT മേഖല, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എനർജിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ബാങ്കർ, ഐ തിങ്ക്, അല്ലെങ്കിൽ വലിയൊരു പൊസിഷനിൽ ഇരുന്ന ഒരാളായിരിക്കാം. ആ പേഴ്സൺ റിട്ടയർഡ് ആയതായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ ഉപേക്ഷിച്ചതായിരിക്കാം ഫോർ സം റീസൺസ്. ആൻഡ് ഒരു പരിധിവരെ ഇവര് സിംഗിൾ ഫാദർ ആയിരിക്കാം, അല്ലെങ്കിൽ സിംഗിൾ മദർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള എനർജിയിലായിരിക്കാം. അതുപോലെ ഈ ഒരു പേഴ്സന്റെ മെയിൻ കൺസേൺ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പ്രേമിക്കാൻ അറിയില്ല, എനിക്ക് സ്നേഹിക്കാൻ അറിയില്ല, എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയുകയുള്ളൂ എന്നൊരു തോട്ട് പറയുന്ന ഒരാളായിരിക്കാം ഈ പേഴ്സൺ എന്ന് പറയുന്നത്. പക്ഷെ അടികൂടാൻ നന്നായിട്ട് അറിയായിരിക്കാം. സ്നേഹിക്കാൻ അറിയത്തില്ലായിരിക്കും, പക്ഷെ അടികൂടാൻ നന്നായിട്ട് അറിയുന്ന പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളായിരിക്കാം. പ്രൊഫഷണൽ യാത്രകൾ ചെയ്യുന്നത് വളരെ ഇഷ്ടമായിരിക്കാം. പൈസ കുറച്ച് പിടിച്ചു വെക്കുന്ന, സേവ് ചെയ്യുന്ന കൈൻഡ് ഓഫ് എനർജിയിലുള്ള ആളായിരിക്കാം. വേസ്റ്റ് ആയിട്ടുള്ള യാത്രകൾ ചെയ്യാനൊന്നും അത്രത്തോളം താല്പര്യമൊന്നും പെടുന്നില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ ഒരു യാത്ര പോയേക്കാം എന്ന എനർജിയിൽ. അതായത് ഒരു ട്രാവൽ ഫ്രീക്ക് അല്ല, പക്ഷെ വേണമെങ്കിൽ ട്രാവൽ പോയേക്കാം, ഒരു ട്രിപ്പ് പോയേക്കാം, അങ്ങനത്തെ ഒരു എനർജി. കാരണം അവരാണെങ്കിൽ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരവരുടെ ആവശ്യത്തിന് അവിടെ ഇവിടെ പോയി ട്രാവലിംഗ് അവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മുടെ കൂടെ അവർക്ക് വരാൻ ഇഷ്ടമുള്ളത് കൊണ്ട് അവർ അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തിരിക്കും. അല്ലാതെ ട്രാവലിംഗ് അവരുടെ ഹോബി ഒന്നും ആയിരിക്കാനുള്ള സാധ്യതയില്ല. അവർക്ക് ഇഷ്ടമായിരിക്കില്ല മൂവ്മെന്റ്. ഈ ഒരു പേഴ്സണെ മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഹീലിംഗ് സ്റ്റേജിലായിരിക്കും ഉണ്ടായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണോ കാണുന്നതെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് ഹീലിംഗ് സെക്ഷനിലാണോ ഈ ഒരു പേഴ്സണെ പരിചയപ്പെടുന്നതെന്ന് അറിയില്ല. പക്ഷെ നിങ്ങൾ കുറച്ച് വെയിറ്റഡ് ആയിട്ട് ഇമോഷണൽ ബാഗേജ് കൊണ്ടായിരിക്കും ഈ ഒരു പേഴ്സണിന്റെ അടുത്തേക്ക് എത്തുക. ബട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങൾ അവിടുന്ന് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഈ ഒരു പേഴ്സൺ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞു എന്നൊരു എനർജിയാണ് കാണുന്നത്. ആൻഡ് ഒരു പെർട്ടിക്കുലർ എക്സ്റ്റെന്റ് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ലോസിനൊക്കെ നിങ്ങൾ നന്ദി പറയും. കാരണം ആ ലോസ് ഉണ്ടായാൽ മാത്രമേ ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സണിലേക്ക് നിങ്ങൾ എത്തുകയുള്ളായിരുന്നു. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള പാർട്ട്ണർ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള പാസ്റ്റ് നെഗറ്റീവ് എക്സ്പീരിയൻസുകൾ കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഈ പാസ്റ്റ് നെഗറ്റീവ് എക്സ്പീരിയൻസുകൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഇയാളെ ലഭിച്ചത് കൊണ്ട് തന്നെ പാസ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പെയിൻ നിങ്ങൾക്ക് ഒരു അനുഭവമായിട്ട് അല്ലെങ്കിൽ ഒരു അനുഗ്രഹമായിട്ട് പലപ്പോഴും ഫീൽ ചെയ്യും. ആൻഡ് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് 4 years ഉള്ളിൽ നിങ്ങളുടെ മാരേജ് നടക്കാനുള്ള സാധ്യതയുണ്ട്. വൈ ഞാൻ 4 years പറഞ്ഞു വെച്ചാൽ ഈ ഒരു പേഴ്സൺ കറന്റ്ലി ഒരു സിറ്റുവേഷനിലായിരിക്കാം. ഡിവോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ ലഭിക്കണമായിരിക്കാം എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ വിത്തിൻ 4 years നിങ്ങളുടെ വിവാഹം നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ തികച്ചും യാതൊരു ഹോപ്പും ഇല്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ പോലും അവിടെ ഒരു മിറാക്കിൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ എനർജീസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉന്നക്കായിട്ട് അല്ലെങ്കിൽ റെഡ് കാർണറ്റ് പോലത്തെ ബ്രേസ്ലെറ്റ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു പേഴ്സൺ ഫാമിലി ഒത്തിരി മാനിക്കുന്ന ഒരാളായിരിക്കാം. അതുപോലെ തന്നെ ട്രഡിഷൻ ഒത്തിരി മാനിക്കുന്ന ഒരാളായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സന്റെ ട്രഡിഷനിൽ വിവാഹം കഴിക്കണം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എബ്രോഡ് ആണോ എന്നറിയില്ല, അല്ലെങ്കിൽ പുറത്തെ ഒരു രാജ്യക്കാരനാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു പേഴ്സൺ ആ ഒരു വ്യക്തിയുടേതായിട്ടുള്ള ട്രഡിഷനിൽ തന്നെ വിവാഹം കഴിക്കണം എന്നുള്ള ഒരു സംഭവം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇത് കൈൻഡ് ഓഫ് കൺഫർമേഷനിൽ എത്തുന്നത് വരെ ഈ ഒരു പേഴ്സൺ ഇതൊരു ഒളിപ്പിച്ചു വെക്കുന്ന എനർജി കാണുന്നുണ്ട്. ആഫ്റ്റർ കൺഫർമേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പേഴ്സൺ നാട് നീളെ അറിയിക്കുന്ന കുട്ടിപ്പാടി നടക്കുന്ന ഒരു എനർജിയാണ്. കാരണം ഈ ഒരു പേഴ്സണ് സീക്രട്ട് ആക്കി വെക്കാൻ താല്പര്യമില്ല, പക്ഷെ ഇതിപ്പോ സീക്രട്ട് ആക്കി വെക്കുന്ന സാഹചര്യം കൊണ്ടാണ്. പക്ഷെ ഇതിനെ പബ്ലിക് ആക്കണം എന്നൊരു എനർജി മറിച്ചും വളരെ കൂടുതലാണ് ഈ വ്യക്തിക്ക്. പക്ഷെ ചുറ്റുമുള്ളവരൊക്കെ പറയും ഈ ഒരു കണക്ഷനിലേക്ക് പോണ്ട, ഈ ഒരു കണക്ഷൻ നല്ലതായിരിക്കില്ല എന്നൊക്കെ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. കാരണം അവർക്ക് അറിയാത്ത ഒരാളെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഓക്കെ,
അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളൊരു മാരേജിലേക്ക് ഫോഴ്സ് ചെയ്യുമ്പോൾ ഒരു പരിധിവരെ നിങ്ങളും ഇവരും തമ്മിൽ വഴക്കുണ്ടായിരിക്കാം. കാരണം ഇവർക്ക് മാരേജ് എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിലൊരു ടെൻഷനാണ്. പാർട്ട്ണറുടെ സ്പേസ് കൊടുക്കാൻ സാധിക്കുമോ, സമയം കിട്ടുമോ, അല്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ലല്ലോ, കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഇത് ടൈം കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് വഷളാവുമല്ലോ എന്ന രീതിയിലുള്ള കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് ഈ പേഴ്സൺ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പക്ഷെ അതിൽ നിന്നൊക്കെ ഈ പേഴ്സൺ ഓവർകം ആയിക്കൊള്ളും, അല്ലെങ്കിൽ ഒരു ഫൈനലി നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു സംഭവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നത് കൈൻഡ് ഓഫ് മാരേജ് എനർജി ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷെ ഇനിഷ്യലി ഒരു പേഴ്സൺ ചെറിയ ചെറിയ കമ്മിറ്റ്മെന്റ് ഇഷ്യൂസും എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ബട്ട് ഈ ഒരു പേഴ്സണ് ട്രൂലി ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കണ്ട. കാരണം ഈ ഒരു പേഴ്സണ് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇഫ് ഒരു കിങ് ആകണമെങ്കിൽ ഒരു ഒരു ബോയ് ആയി ജീവിച്ചിട്ട് കാര്യമില്ല. ലെറ്റ്സ് സെറ്റിൽ ഡൗൺ, ലെറ്റ്സ് ബി സ്റ്റേബിൾ എന്ന എനർജിയിലേക്ക് ഈ ഒരു പേഴ്സൺ എത്തിച്ചേരും. ഈ ഒരു കൈൻഡ് ഓഫ് എ ബോയ് എനർജിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗേൾ എനർജിയിൽ നിന്ന് ക്യൂൻ അല്ലെങ്കിൽ കിങ് എനർജി ട്രാൻസ്ഫോർമേഷനിലേക്ക് അവർ എത്തുമ്പോഴായിരിക്കും നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേബിൾ ഡെസിഷൻ അവരെടുക്കുക. ആൻഡ് ആ സ്റ്റേബിൾ ഡെസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഒരു അട്ടർലി ഫ്ലോപ്പ് ആയിരിക്കാം, ഭയങ്കര കൺഫ്യൂഷൻസ് അവർക്കുണ്ടായിരിക്കാം, അവർക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കൈൻഡ് ഓഫ് എനർജി ലെവലിരിക്കാം. ബട്ട് ഇറ്റ്സ് ഓക്കെ. അവരുടെ ഹാർട്ട് ചക്ര പയ്യെ പയ്യെ സ്റ്റേബിൾ ആക്കി കൊണ്ടുവരാണ്. ആൻഡ് ദേ ക്യാൻ മാനേജ് ദാറ്റ്. അവർക്കത് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉള്ളിൽ നിന്ന് അവരുടെ റൂട്ട്സിനെ വളർത്തിയെടുക്കുക, നിങ്ങളുടെ കണക്ഷൻ കുറച്ചും കൂടി ഡീപ്പ് ആക്കിക്കൊണ്ടിരിക്കുക. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഫേവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പ്ലീസ് ഗൈഡസ്. ഇപ്പോൾ മേ ബി ചിലപ്പോൾ നിങ്ങളുടെ കണക്ഷൻ ഒരു പരിധി സ്റ്റക്ക് ആയിരിക്കും, പക്ഷെ അത് കുഴപ്പമില്ല. ഫ്യൂച്ചറിൽ അത് ഓക്കെ ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് കാണുന്നുണ്ട്. ദ ഫുൾ എനർജി, ഇപ്പൊ ഗോ വിത്ത് ദ ഫ്ലോ എനർജിയിലേക്ക് നിൽക്കുക. കാരണം ഇപ്പൊ മേ ബി നമുക്ക് ചുറ്റുമുള്ളവരുടെ ഒത്തിരി മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഇമ്പാക്ട് കാരണം കുറച്ചൊരു സ്റ്റാഗ്നന്റ് എനർജി കാണും, അല്ലെങ്കിൽ നമുക്ക് മേ ബി നമ്മൾ പോകുന്നതിനെ കുറിച്ചുള്ള അറിവില്ലായ്മയും നമുക്ക് സ്റ്റാഗ്നന്റ് എനർജി ഉണ്ടാക്കും. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ് വിൽ ബി ബാലൻസ്ഡ്. ഓക്കെ, കുറച്ച് പേഷ്യൻസോടുകൂടി മുന്നോട്ട് പോവാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇഫ് ഈ ഒരു പേഴ്സൺ ഇങ്ങനത്തെ പേഴ്സണാലിറ്റി ആണുള്ളത് എങ്കിൽ. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കും. മേ ബി ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. മേ ബി ഒരു പേഴ്സണ് വൈറ്റ് ഹെയർ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്, മൊസ്റ്റാഷ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ താടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മേ ബി ഈ ഒരു പേഴ്സൺ ഒരു ഫോറിൻ വ്യക്തി, അബ്രോഡ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യത. ഭയങ്കര വൈറ്റിഷ് ആയിട്ടുള്ളൊരു ഇതായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ബ്ലാക്കിഷ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കും. എക്സ്ട്രീം ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് കാണുന്നത്. ബ്ലാക്ക് ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം, ഗ്രീൻ വസ്ത്രം ധരിക്കുന്ന വ്യക്തിയായിരിക്കാം, ജീൻസ് ഇടാൻ ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം, ഫോർമൽസും കാഷ്വൽസും ഒക്കെ ഇടുന്ന ഒരാളായിരിക്കാം, കൈൻഡ് ഓഫ് സ്നീക്കേഴ്സ് ഇടാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം, വാച്ച് ബ്രേസ്ലെറ്റ്സ് ഇടാൻ താല്പര്യപ്പെടുന്ന ആളായിരിക്കാം, അതുപോലെ തന്നെ ലോങ് ഹെയർ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കാം, കൈൻഡ് ഓഫ് എ ഗ്രേ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എ ബ്രൗൺ, അതായത് മുടിയുടെ ടെക്സ്ചറിന് വ്യത്യാസമുള്ള ആളായിരിക്കും. അപ്പം സ്ത്രീകളാണെങ്കിൽ മുടി അഴിച്ചിടാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളായിരിക്കാം. സ്ത്രീകൾക്ക് അത്രത്തോളം ലോങ് ഹെയർ ആയിരിക്കില്ല, കൈൻഡ് ഓഫ് ഷോർട്ട് ഹെയർ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു മെയിലാണെങ്കിൽ അവർ ലോങ് ഹെയർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. അവർക്കൊരു സോഫ്റ്റ് സിൽക്കി ഹെയർ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാറ്, ഫെയിം, നല്ലൊരു വീട്, ലക്ഷറി അട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ലക്ഷറി കീപ്പ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളായിരിക്കാം. ഹോബീസ് ഉള്ള ആളായിരിക്കാം. മേ ബി കുറച്ചൊക്കെ മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ട്രാവൽ ഫ്രീക്ക് അല്ല, പക്ഷെ ഫുഡ് മേ ബി ആ ഒരു പേഴ്സണ് ഭയങ്കര പ്രയോറിറ്റി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. മദ്യം ചിലപ്പോൾ മേ ബി പ്രയോറിറ്റി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അത് സൂക്ഷിക്കുക. പിന്നെ ഈ ഒരു പേഴ്സണ് അപ്സ് ആൻഡ് ഡൗൺസ് ജീവിതത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. ആൻഡ് ഈ ഒരു പേഴ്സണ് നല്ല ഫെയിം എനർജി ഉള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ശത്രുക്കൾ ഇത്തിരി ഉള്ളത് കൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് ഇടുന്നത് നല്ലതായിരിക്കും. ഈ പേഴ്സണ് ചുറ്റും എപ്പോഴും ഈ ഒരു പേഴ്സണുമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസുകൾ ഉണ്ടാവാതിരിക്കാൻ നോക്കുക. അതായത് ഈ ഒരു പേഴ്സണെ സാറ്റിസ്ഫൈഡ് ആക്കി വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ്. ഹോപ്പ് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിലെ ശബ്ദം ഒന്ന് സ്പെയർ ചെയ്യുക. അപ്പോൾ ഫർദർ മോർ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് റീഡിംഗ് വേണമെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രേസ്ലെറ്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇന്നൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ ഗൈസ്.